نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് യാത്രയാകുവാനും അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രസ്മരണകളും ജീവിത വഴികളും ലോക മുസ്ലിങ്ങൾ ഓർത്തെടുക്കുകയും ആ വഴിയിൽ കൂടുതൽ ചേർന്നു നിൽക്കുകയും അനുധാവനം ചെയ്യുകയും അതിൻ്റെ ഏറ്റവും വലിയ നിദർശനമായ ഹജ്ജ് കർമ്മത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയും ചെയ്യുന്ന സന്ദർഭം. വിശുദ്ധ ഖുർആനിലെ 25ഓളം അധ്യായങ്ങളിൽ 60-ൽ പരം സ്ഥലങ്ങളിൽ ആ ജീവിത മാതൃകയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. നിരവധി മാതൃകകൾ നമ്മുടെ മുമ്പിൽ ഖുർആൻ ആ ചരിത്രം ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മാർഗം അത് ഞങ്ങളുടെ കൂടെ മാർഗമാണ് എന്ന് ലോകത്തുള്ള ക്രൈസ്തവ സമൂഹവും യഹൂദ മതവിശ്വാസികളും അവകാശപ്പെടുന്നു. മുസ്ലിങ്ങൾക്ക് പുറമെ അതിലവർ അഭിമാനം കൊള്ളുകയും ഞങ്ങൾ ആ വഴിയിലാണ് എന്നവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ ഇബ്രാഹിം മാർഗം എന്താണ്, ഇബ്രാഹിമി മില്ലത്ത് എന്താണ്, ഇബ്രാഹിം നബിയുടെ മാർഗം എന്താണ് എന്ന് തിരുത്തി വിശദീകരിക്കാൻ കൂടിയാണ് ഖുർആൻ അത്രയും സ്ഥലങ്ങൾ അതിനു വേണ്ടി ഉപയോഗിച്ചത്. അത് ഏതുവരെ പറഞ്ഞു? മാകാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ. തർക്കത്തിന് വിരാമമിട്ടുകൊണ്ട് ഇബ്രാഹിം നബി യഹൂദനോ ക്രൈസ്തവനോ അല്ല എന്ന് പറഞ്ഞാൽ ഇന്ന് യഹൂദ മതവിശ്വാസികളോ ക്രൈസ്തവ മതവിശ്വാസികളോ വെച്ചു പുലർത്തുന്ന വിശ്വാസ രീതികളുമായോ കർമ്മങ്ങളുമായോ ആചാരങ്ങളുമായോ രീതികളുമായോ ചേർന്ന് നിൽക്കുന്നവനല്ല ഇബ്രാഹിം അലൈഹിസ്സലാം. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, പൂർണ്ണമായും അള്ളാഹുവിന് കീഴൊതുങ്ങിയ. സാങ്കേതികമായി മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെ പേരുകൊണ്ട് മാത്രമല്ല, അള്ളാഹുവിന് പൂർണ്ണമായും സമർപ്പിച്ച ഏകദൈവാരാധനയുടെ ഏറ്റവും വലിയ പ്രബോധകനായ, അതിന് മാതൃക കാണിച്ച, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, വലിയ ത്യാഗങ്ങളിലൂടെ കടന്നുപോയ ആ ജീവിതം മുഴുവൻ ത്യാഗമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറ ബഖറയിലെ 130-ാമത്തെ ആയത്തിൽ പരാമർശിച്ച കാര്യം ഞാൻ നിങ്ങൾ ആദ്യം ഓതി കൽപ്പിച്ചതാണ്. ആരാണ് ആ മാർഗത്തോട് തിരിഞ്ഞു നിൽക്കുക? ആ മാർഗത്തിൽ നിന്ന് വിമുഖത കാണിച്ച് മാറി നിൽക്കുന്നവൻ
മൂഢനല്ലാതെ മറ്റാരാണെന്ന്. സ്വന്തം നഫ്സിനെ വിഡ്ഢീകരിച്ചവനല്ലാതെ, മൂഢമാക്കിയവനല്ലാതെ ആ മാർഗത്തോട് വിമുഖത കാണിക്കുവാൻ കഴിയില്ല. ആരാണ് അതിൽ നിന്ന് വിമുഖരായി മാറി നിൽക്കുക എന്ന് ഖുർആൻ ചോദിക്കണം. എന്താ കാരണം പറഞ്ഞത്? ഇഹലോകത്ത് അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇഹലോകത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരും പ്രശസ്തിയും വഴിയും ചരിത്രവും ആ കുടുംബവും ആ വഴിയടയാളങ്ങളുമൊക്കെ മനുഷ്യകുലം നിലനിൽക്കുന്ന കാലത്തോളം വിശിഷ്ടം തന്നെയാണ്. അതിനേക്കാൾ ഉപരി പരലോകത്ത് അദ്ദേഹം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. നിശ്ചയമായും അങ്ങനെ തന്നെയായിരിക്കും. അതിൽ സംശയമില്ല. സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും അദ്ദേഹം പരലോകത്ത്. അത് പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയെ കുറിച്ച് ഖുർആൻ അടുത്ത ആയത്തിൽ പറഞ്ഞത്, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നീ കീഴ്പ്പെടുക എന്ന് അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന് പൂർണ്ണമായും കീഴ്പ്പെട്ടവനായി മാറി. അതാണ് മുസ്ലിം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. ഖാല അസ്ലംതു, അദ്ദേഹം റബ്ബിനോട് പറഞ്ഞു ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു. മലയാളത്തിൽ അങ്ങനെയാണ് അതിന് ഭാഷാന്തരം നൽകാവുന്നത്. കീഴ്പ്പെടുക, അള്ളാഹുവിന്റെ ആജ്ഞകൾക്ക്, നിർദ്ദേശങ്ങൾക്ക്, അവന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായും കീഴ്പ്പെടുക. അപ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുക എന്നർത്ഥം. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം സൂറത്ത് അന്നാമില് 74 മുതൽ 79 വരെയുള്ള ആയത്തുകളിൽ വളരെ മനോഹരമായി ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. നല്ല സമൂഹവുമായി അദ്ദേഹം നടത്തിയ ഒരു സംവാദമാണ്. അതെന്താണ്? പ്രകൃതിയിലുള്ള പല പല ശക്തികളെയും അതേപോലെ തന്നെ ആരാധ്യന്മാരെയും പൂജിക്കുകയും അവരിൽ പ്രതീക്ഷയർപ്പിക്കുകയും അവർക്ക് വഴിപാടുകൾ നേരുകയും അവയെ ദൈവമായി കാണുകയും അവ ഈ പ്രകൃതിയിൽ പലതും നിയന്ത്രിക്കുന്നവയാണ് എന്നൊക്കെ വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആളുകളോടാണ് നക്ഷത്രങ്ങളെ ചൂണ്ടി അദ്ദേഹം പറഞ്ഞത്, ഖാല ഹാദാ റബ്ബി, അതെന്റെ രക്ഷിതാവാകുന്നു. അതൊക്കെ അസ്തമിച്ചപ്പോ ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അസ്തമിച്ചപ്പോ ഇബ്രാഹിം നബി അവരോട് പറഞ്ഞു, അസ്തമിച്ചു പോകുന്നത് റബ്ബാവാൻ പറ്റൂല. അസ്തമിച്ചു പോവാന്ന് പറഞ്ഞാൽ എന്താ? അത് പിന്നെ ഇല്ലല്ലോ അവിടെ. സ്വന്തമായി നിലനിൽപ്പില്ലാത്ത ഒന്നാണ് അസ്തമിച്ചു പോകുക എന്ന് പറഞ്ഞാൽ. പിന്നെ അത് ഉദിച്ചു പോകുമ്പോഴാണ് അതിന്റെ പ്രകാശമോ അതിന്റെ സൗന്ദര്യമോ ഒക്കെ ആളുകൾ കാണാൻ കഴിയുക. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മനോഹരമായ ചന്ദ്രനെ ചൂണ്ടിക്കൊണ്ട്, ആ അമ്പിളി അമ്മാവനെ ചൂണ്ടിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, ഇത് തിരക്കിടില്ല, ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു. നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും ഒക്കെ ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തോട് എങ്ങനെയാണ് ദൈക്ഷണികമായി ബൗദ്ധികമായി സംവദിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം? നോക്കൂ നിങ്ങൾ ആ കാലത്ത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ഫലമ്മ അഫല, അതും അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, പടച്ചോനെ, എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയില്ലെങ്കിൽ ഈ അസ്തമിച്ചു പോകുന്നതൊന്നും അതിന് കഴിവുള്ളവയല്ല, ഞാൻ വഴികേടിലായി പോകും. അതുകൊണ്ട് ഇതൊന്നും റബ്ബല്ല. അങ്ങനെ നേരം വെളുത്തപ്പോഴാണ് സൂര്യൻ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഇത് കുറച്ചുകൂടി വലുതാണ്. ഇതാണ് എന്റെ രക്ഷിതാവ്. കാരണം സൂര്യദേവനെയും ചന്ദ്രദേവനെയും നക്ഷത്രദേവന്മാരെയും ഒക്കെ സപ്തർഷികളെ ആരാധിച്ചിരുന്ന 7 കവാടങ്ങൾ പ്രത്യേകമായി 7 ദേവന്മാർക്ക് വേണ്ടി പണി കഴിപ്പിച്ചിരുന്ന ഇറാഖിലെ ജനതയോട്, നക്ഷത്ര കവാടങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളുകളോട്, അവയാണ് തങ്ങളുടെ ഭാഗ്യപരീക്ഷണങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന, ഇന്നും അങ്ങനെ ഉണ്ടല്ലോ. ഇന്നും
നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് നിദാനമായി അതൊക്കെ നിശ്ചയിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന പല വിശ്വാസങ്ങളും പല മതക്കാരിലുമുണ്ട്. അതവരുടെ വിശ്വാസമാണ്. പക്ഷെ ഇസ്ലാം അതുമായി ഒരു കാരണവശാലും യോജിക്കുന്നില്ല. അത് വിശ്വാസ വൈകല്യമാകുന്നു. അപ്പൊ അതന്ന് ഇബ്രാഹിം നബിയുടെ സമൂഹത്തിലുണ്ട്. ഫലമ്മാ അഫലത്ത്, അങ്ങനെ ആ ചന്ദ്രൻ അസ്തമിച്ച, സൂര്യൻ അസ്തമിച്ചപ്പോൾ, വൈകുന്നേരമായപ്പോൾ സൂര്യനും അസ്തമിച്ചു. ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ഈ പങ്കു ചേർക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാണ് കേട്ടോ, എന്നെ കിട്ടൂല, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കേട്ടോ. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിക്കുന്ന പ്രൗഢോജ്വലമായ ഒരു പ്രഖ്യാപനമാണ് സൂറ അൻആമിലെ 79-ാമത്തെ ആയത്ത്. ഞാൻ പറഞ്ഞ ആയത്തുകളൊക്കെ 74 മുതലുള്ള ആയത്തുകളാണ്. അങ്ങനെ 79-ാമത്തെ ആയത്തിൽ ആ പ്രഖ്യാപനം ചില്ലറ പ്രഖ്യാപനമല്ല. അതെന്താണ്? അത് നമ്മളിപ്പോ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നമസ്കാരങ്ങളിലൊക്കെ പ്രാരംഭ പ്രാർത്ഥനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നതിൽ ഒന്ന് അതാണ്. നമ്മളൊക്കെ അധികം ആളുകളും ചെല്ലാറുള്ള പ്രാരംഭ പ്രാർത്ഥനയും അതാണ്. മറ്റു പ്രാർത്ഥനകളുണ്ട്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രികീൻ. ഇത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നക്ഷത്രങ്ങളുടെ, ചന്ദ്രന്റെ, സൂര്യന്റെ, താരാഗണങ്ങളുടെ അതിന്റെ അർത്ഥശൂന്യത, അത് ആരാധ്യന്മാരാവാൻ കൊള്ളുകയില്ല എന്ന സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയ പ്രഖ്യാപനമാണ് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം എങ്ങോട്ട് തിരിക്കുന്നു? ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനല്ല. ഈ പ്രഖ്യാപനത്തോടുകൂടിയാണ് നമ്മുടെ നമസ്കാരം ആരംഭിക്കുന്നത്. ആ പ്രഖ്യാപനത്തെ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മത്തിന്റെ മിഫ്താഹായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചില്ലറ സംഗതിയല്ല. അത് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർമ്മ വരണം. കാരണം എന്താ? അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്തിൽപ്പെട്ടതാണ്. ആ പ്രഖ്യാപനത്തിന്റെ തുടരടിയാണ്. ആ പ്രഖ്യാപനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത്. അന ദഅവതു അബി ഇബ്രാഹിം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വഴിയിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അനേകം മാതൃകകൾ വിട്ടേച്ചുപോയി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നോക്കൂ നിങ്ങൾ, ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാം. അതെന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനിലെ സൂറ ഹൂദിലും അതേപോലെ തന്നെ സൂറ അങ്കബൂത്തിലും ഒക്കെ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 2-3 സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. ലഖദ് ജാഅത് റസൂലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ. നമുക്ക് മാതൃകയുള്ള 2-3 കാര്യങ്ങൾ അതിലുണ്ട്. പ്രത്യേകമായി എടുത്തു പറഞ്ഞത് സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് ദൂതന്മാർ വന്നു. ആരാ ദൂതന്മാരെന്ന് പറഞ്ഞാൽ? മലക്കുകൾ വന്നു. മലക്കുകൾ എങ്ങനെ വന്നത്? മനുഷ്യന്മാരുടെ രൂപത്തിലാണ് വന്നത്. കുറെ കാര്യങ്ങളിൽ പഠിക്കാനുണ്ട്. വലഖദ് ജാഅത് റസൂലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ ഖാലൂ സലാമൻ ഖാല സലാം. അസ്സലാമു അലൈക്കും നമ്മളിന്ന് പറഞ്ഞ സലാം ഉണ്ടല്ലോ, അതിന്റെ അന്നത്തെ രൂപം. ക്രിസ്ത്യാനികളൊക്കെ, യഹൂദ മതവിശ്വാസികളും ഹീബ്രു ഭാഷയിൽ ഷലോം ഷലോം എന്ന് പറയുന്ന വാക്കതാണ്. സലാം അലൈക്കും എന്ന് അറബിയിൽ പറയുന്നത്, പ്രത്യഭിവാദ്യമായി പറയുന്നത് വഅലൈക്കും അസ്സലാം. അപ്പൊ 2 മലക്കുകൾ ഇങ്ങനെ മനുഷ്യ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് വന്നുകൊണ്ട് സലാം പറഞ്ഞു. അതിഥികളാണ്. അതിഥികളായ ആളുകൾ വീട്ടിൽ വന്നാൽ പൊതുവേ പഴയ കാലത്ത് തന്നെ അറബികൾക്കുള്ള ഒരു സംസ്കാരമാണ് അവർ സൽക്കരിക്കുകയും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും. ഈ അതിഥികൾ വന്ന ഉടനെ فما لبث أن جاء بعجل حنيذ قال سلام فما لبث أن جاء بعجل حنيذ. സലാം വൈകി, സലാം പറഞ്ഞ് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു എന്നാ പറയുന്നത്?
നല്ല ഒരു 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 മൂരിക്കുട്ടിയെ ഒക്കെ അറുത്ത്, അങ്ങനെയാണ് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരാട്, അത് അവിടെ ഒരു ഒരു ദൂർത്തല്ല, ഒരു ആടിനറുക്കുക, ഒരു ചെറിയ മൂരിക്കുട്ടി അറുക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായും ഒരു കുടുംബത്തിലാണ് ഒട്ടകത്ത് അറുക്കുക. ഒരു മൂരിക്കുട്ടിയൊക്കെ അറുത്ത് അതിനെ പൊരിച്ച് നല്ല പാകം ചെയ്ത് റെഡിയാക്കി ഇവരെ മുന്നിലേക്കാണ് വെച്ചു കൊടുത്തത്. ആരായി വെച്ചു കൊടുക്കുന്നത് നോക്കണം നമ്മള്. ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകൻ, ലോകത്ത് മുസ്ലിങ്ങൾ ആ മില്ലത്തിലാണ് എന്ന് അവകാശപ്പെടുന്ന പ്രവാചകൻ, വിശുദ്ധ ഖുർആൻ അടിക്കടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ പ്രവാചകൻ, ഹജ്ജിന്റെ ഓരോ വഴികളിലും അടയാളപ്പെട്ട് കിടക്കുന്ന മഹാനായ നമ്മുടെ പ്രപിതാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇത് വന്നത് ആരെന്ന് മനസ്സിലായില്ല എന്ന് ആലോചിച്ച് നോക്കണം നമ്മള്. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ മലക്കുകളാണല്ലേ, നിങ്ങള് നമുക്ക് മനസ്സിലാക്കിട്ടോ എന്നറിയല്ല. ഈ മാംസമൊക്കെ ഇങ്ങനെ പാകം ചെയ്ത് ഇവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ എന്തുണ്ടായി? സൂറ ഹൂദിലെ അടുത്ത ആയത്ത്, ഫലമ്മാ റആ ഐദിയഹും ലാ തസ്ലു ഇലൈഹി നക്റഹും വഔജസ മിൻഹും ഖീഫാ. ഈ ഭക്ഷണത്തിലേക്ക് ഈ അതിഥികളുടെ കൈ കൊണ്ട് നീളുന്നില്ല, അവരിങ്ങനെ ഇരിക്കുന്നതാണ്. നമ്മളെ വീട്ടിൽ ഇപ്പൊ കുറച്ച് അതിഥികൾ വന്നിട്ട് നമ്മൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു കൊടുത്തിട്ട് അതിഥികൾ തിന്നാതെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക? അതേ മാനുഷികമായ ഒരു പന്തികേട് അദ്ദേഹത്തിന് തോന്നി. എന്താ ഇപ്പൊ കുഴപ്പം? ഭക്ഷണം അവർക്ക് പറ്റിയില്ലേ? എന്തോ ഒരു കുഴപ്പമുണ്ടോ? എന്റെ ഉപചാര മര്യാദകളിൽ അപാകതകൾ എന്നൊക്കെ തോന്നിയിരിക്കാം, അല്ലാഹു ആരും നമുക്കറിയില്ല. ഏതായാലും ഇവര് ഭക്ഷണം കഴിക്കുന്നില്ല. അങ്ങനെ തോന്നി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പരിങ്ങലൊക്കെ കണ്ടപ്പോ അവര് പറഞ്ഞു, ലാ തഖഫ്, താങ്കൾ ഭയപ്പെടേണ്ട, ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകളാകുന്നു. അപ്പോഴാണ് മനസ്സിലായത് എത്ര വലിയ പാഠമാണ്. എന്തിനാ ഖുർആൻ ഇത് പറഞ്ഞത്? മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന സിദ്ധന്മാരും ദിവ്യന്മാരും കള്ള ഔലിയാക്കന്മാരും മതം വിറ്റ് കാശാക്കുന്ന, അതിങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരൊറ്റ ഉദാഹരണം പോരെ മൂക്കുള്ള ആൾക്കാർക്ക്? മൂക്ക് എന്ന് പറഞ്ഞാൽ തലച്ചോറുള്ള ആൾക്കാർക്ക്. തലയിൽ കളിമണ്ണല്ലെങ്കിൽ മനസ്സിലാവൂല. എന്തിനാ ഖുർആൻ ഇത് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മനസ്സിലാവണില്ലാന്ന് അവര് പറയാണ്. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിലേക്ക്, ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമുദായം സ്വഭാവത്തിൽ വളരെ മോശമായി, പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ, ലൈംഗികതയിൽ ഏർപ്പെട്ട് അങ്ങനെ നശിച്ച ഒരു സമൂഹമായി മാറിയിരുന്ന ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സഹോദരപുത്രനായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാം എന്നാണ് ചരിത്രം പറയുന്നത്. സമകാലികരാണ്. ആ നാട്ടിലേക്ക്, ആ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ അടിമേൽ മറിച്ചല്ല പോയിട്ട് അതിന് പോണ മലക്കുകളാണ്. ആ മലക്കുകൾ പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വീട്ടിൽ ഇറങ്ങിയിട്ട് മലക്കുകളാകുന്നു എന്ന് ഇബ്രാഹിം നബിക്ക് മനസ്സിലായില്ലാന്ന്. നമ്മൾ ഈ മില്ലത്ത് ഇബ്രാഹിം ഒക്കെ പെരുന്നാൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ, ഹജ്ജിനെ കുറിച്ച് പറയുമ്പോ, ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ വഴിയിലാണെന്ന് പറയുമ്പോ ഈ കാര്യങ്ങളുടെ ആശയവും സത്തയും നമ്മൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാണ്? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ ഹജ്ജിന്റെ ആരവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നമ്മൾ പാടി പറയുന്ന ഈ സമയത്ത്, ഓർക്കുന്ന സമയത്ത്, ഈ ആദർശം നമ്മളിലില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ഇബ്രാഹിം നബിന്റെ വഴിയിലുള്ളത്? അതുകൊണ്ട് പുനഃപരിശോധിക്കണം. അതിനാ ഖുർആൻ ഇത് പറഞ്ഞത്. മാത്രവുമല്ല, എന്നാ പിന്നെ എന്തിനാ അവിടെ ഇറങ്ങിയത്? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞോ, എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് മനസ്സിലായിക്കണത്? അത് മനസ്സിലായില്ല. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ ഹാജറ ബീവി, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് ഹാജറ ബീവിയിൽ മക്കളുണ്ടായിട്ടില്ല. സാറയിലാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാകുന്ന, അടിമ സ്ത്രീയായ സാറയിൽ നിന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ സാറ, ഹാജറയിലാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഉണ്ടായത്, അടിമ സ്ത്രീ. സാറയിൽ മക്കളുണ്ടായിട്ടില്ല. സാറ ബീവി ഇങ്ങനെ നിൽക്കുകയാണ് വീട്ടിന്റെ വാതിൽക്കൽ. വംറഅതുഹു ഖായിമത്തൻ ഫളഹിഖത് വബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യഅഖൂബ്. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവില്ല, അതിഥികളൊക്കെ വന്നാൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചിട്ട് ഭാര്യമാർക്കുണ്ടല്ലോ ഇങ്ങനെ മാറി വാതിലിന്റെ അവിടെ നിൽക്കുക. അതേ രംഗം ഖുർആൻ വിശദീകരിക്കുക. ആ ഭാര്യയെ നോക്കിയിട്ട് അവർ ചിരിച്ചു. അപ്പോൾ അവർക്ക് ഇസ്ഹാക്കിനെ പറ്റിയും
ഇസ്ഹാക്കിന്റെ പിന്നാലെ യാക്കൂബിനെ പറ്റിയും നാം സന്തോഷ വാർത്ത അറിയിച്ചു, നിങ്ങൾക്കൊരു മകൻ ജനിക്കാനിരിക്കുന്നു. അത് പറയാനാ വന്നത്. ഈ സന്തോഷ വാർത്ത അറിയിക്കുവാൻ വന്ന മലക്കുകളാകുന്നു. മകനെക്കുറിച്ചും ആ മകന് ജനിക്കാൻ പോകുന്ന മകനെക്കുറിച്ചും സന്തോഷ വാർത്ത അറിയിച്ചു. ഖാലത്ത്, രണ്ടാമത്തെ പാഠം ഖാലത്ത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ പറഞ്ഞു, യാ വൈലതാ അഅലിദു അന അജൂസുൻ വഹാദാ ബഅലി ശൈഖാ ഇന്ന ഹാദാ ലശൈഉൻ അജീബ്. ഞാനൊരു കിഴവിയായി, പടുവൃദ്ധയായി, ഈ പ്രായത്തിൽ ഇനി എനിക്കൊരു കുട്ടി ഉണ്ടാവേ? എന്റെ ഭർത്താവ് കണ്ടില്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വൃദ്ധനായി, വയസ്സായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സംഗതി അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാകുന്നു. എന്താ നമുക്ക് അവിടെയുള്ള പാഠം? ആ പാഠമാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഖാലൂ അതഅജബീന മിൻ അംരില്ലാഹ്. ആ മലക്കുകളാകുന്ന ദൂതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിങ്ങൾ അത്ഭുതപ്പെടുക. പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. ഇന്ത്യ രാജ്യത്തിന് ഗവൺമെന്റ് മാറി വരൂലട്ടോ, ഇലക്ഷൻ കഴിഞ്ഞു എന്ന് പടച്ചോനൊന്ന് തീരുമാനിച്ചാൽ അതൊക്കെ മാറുമെന്ന് പ്രാർത്ഥിച്ചോളി, അത്ഭുതങ്ങൾ സംഭവിക്കും. നമുക്കിപ്പോ അങ്ങനെ ഒരു പാഠം കൂടി ഉണ്ട്. ഇലക്ഷന്റെ 3-ാം ഘട്ടം കഴിഞ്ഞ് 4-ാം ഘട്ടം കഴിഞ്ഞ് വോട്ടൊക്കെ പെട്ടിയിലായി. EVM ഒന്നും ശരിയല്ല, ആകെ പ്രശ്നമാണ്. ഇലക്ഷൻ കമ്മീഷന് പ്രാർത്ഥന എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. പടച്ച തമ്പുരാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടാവും. ഖാലൂ അതഅജബീന മിൻ അംരില്ലാഹ് എന്ന ഈ ചോദ്യം നമുക്കും ബാധകമാണ്. അള്ളാന്റെ കൽപ്പനയിലും തീരുമാനത്തിലും നിങ്ങൾ അത്ഭുതപ്പെടുക. എന്തു സംഭവിക്കാം? ആത്മാർത്ഥം എക്കച്ചക്കയോടുകൂടി പ്രാർത്ഥിച്ചാൽ ശരിയാവില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന ഉറപ്പോടുകൂടി തന്നെ കാത്തിരിക്കുകയും ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ ഇങ്ങനെ സംശയിച്ചപ്പോ അവർക്ക് ആ മലക്കുകൾ കൊടുത്ത മറുപടി അതാണ്. റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദുൻ മജീദ്. വീട്ടുകാരെ, അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ, തീർച്ചയായും അവൻ സ്തുത്യർഹനും മഹത്വമേറിയവനുമാകുന്നു. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലെ ഒരു സംഭവം മാത്രമാണ്. ആ ഒരു സംഭവത്തിൽ തന്നെ ഒട്ടനേകം പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആദർശം എന്ന് പറഞ്ഞാൽ. നമ്മള് ഇബ്രാഹിം നബിയുടെ വഴിയിലാകുന്നു എന്ന് പറയുമ്പോ ഈ ആദർശ പാഠങ്ങളിലൂടെയുള്ള ഒരു താരതമ്യം നമ്മുടെ ജീവിതവുമായി ഉണ്ടാകണം. പ്രവാചകൻ സ്വർഗത്തിൽ പ്രത്യേകമായ പദവി നൽകിയ മിഅ്റാജിന്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിൽ പുറംചാരിയിരിക്കുന്നവനായി ബൈത്തുൽ മഅമൂറിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ കഅബാലയത്തിന്റെ നേരെ മുകളിൽ ആകാശലോകത്ത് മലക്കുകൾ തവാഫ് ചെയ്യുന്ന കഅബാലയമാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞത്. അതിനകത്തേക്ക് പോയ മലക്കുകൾ പിന്നെ പുറത്തേക്ക് വരില്ല. ലക്ഷക്കണക്കിന് മലക്കുകൾ ഓരോ സമയം അതിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ സവിധത്തിൽ. അങ്ങനെ സ്വർഗത്തിൽ കുട്ടികളോടുകൂടെ ഹാജരാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞു. ചരിത്രത്തിൽ ഒട്ടനേകം മാതൃകകൾ പറഞ്ഞു. അതിലെല്ലാം സഹോദരങ്ങളെ ഈ സമയത്ത് നമുക്ക് ആലോചിക്കുവാനും പാഠം ഉൾക്കൊള്ളുവാനുമുണ്ട്. മക്കളില്ലാത്ത ആളുകൾക്ക് നിരാശ ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ ചില പ്രത്യേക കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. മക്കളില്ലാത്തവർക്ക് സന്താന ലബ്ധി, അവിടുത്തെ പ്രത്യേക സ്പെഷ്യലൈസേഷൻ സന്താന ലബ്ധി. ഹോസ്പിറ്റലല്ല, അവിടെയുള്ള പെട്ടിയിൽ പൈസ ഇട്ടാല്, അല്ലെങ്കിൽ അവിടെ ജാറം മൂടിയാൽ, അവിടെ ചന്ദനത്തിരി കത്തിച്ചാൽ, വിളക്ക് കത്തിച്ചാൽ, അവിടേക്കുള്ള പ്രത്യേകമായ വസ്തുക്കൾ നേർച്ചയാക്കിയാൽ, ഇങ്ങനെയുണ്ട്. പല സ്ഥലത്തും പലതാണ് നേർച്ചയാക്കുക. അപ്പൊ പുതിയങ്ങാടി ജാറത്തിലേക്കുള്ള നേർച്ച എന്ന് പറഞ്ഞാൽ പഴക്കൊലയാണ്. പുതിയങ്ങാടി നിങ്ങൾ ആ പള്ളിയിൽ പോയാൽ പഴക്കൊല ഇങ്ങനെ തൂങ്ങുന്ന കാണാം. ആ പഴക്കൊല പിന്നെ ആ പള്ളിന്റെ ആൾക്കാർ ഇവിടെ കടയിൽ കൊടുന്ന് വിൽക്കും. പിന്നെ ആ പഴക്കൊല അങ്ങോട്ട് തന്നെ പോകും. തവാഫ് ചെയ്യണമായിരുന്നു പഴക്കൊല. പിന്നെ ആ പഴക്കൊല ഈ ആൾക്കാർ വാങ്ങുക, പിന്നെ അവിടെ തന്നെ കൊണ്ടേ കൊടുക്കുക. ദ്വീപിലുള്ള ഒരു ജാറത്തെ കുറിച്ച് അടുത്ത ഒരു വെല്ലുവിളി വന്നിരുന്നു. അവിടെ പ്രത്യേക വസ്തുക്കളാണ് നൈവേദ്യം. അവിടെ പുകലയുണ്ടല്ലോ, നമ്മുടെ ഈ പുകയിലയുമായി ആ ജാറത്തിലേക്ക് കടക്കുന്ന ആള് ബോധം കെട്ടു വീഴുന്നതാണ്. ധൈര്യമുള്ളവർ വരുമെന്നൊക്കെ പറഞ്ഞിട്ടൊരു വെല്ലുവിളിയൊക്കെ കേട്ടിരുന്നു. ചില സ്ഥലങ്ങളിൽ പുഷ്പങ്ങളാണ്. അങ്ങനെ പല വസ്തുക്കളുണ്ട്. കുട്ടികൾ സന്താനലബ്ധിക്ക് വേണ്ടി, വിഷനിവാരണത്തിന് വേണ്ടി, വിസ കിട്ടുന്നതിന് വേണ്ടി, ഭൗതികമായ ലാഭത്തിന് വേണ്ടി, ശത്രുദോഷത്തിന് വേണ്ടി, മക്കൾ നന്നാവാന്, ഇങ്ങനെ പല ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നോക്കൂ നിങ്ങൾ. സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രവും ഖുർആൻ പറഞ്ഞിട്ട് ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. സൂറ മറിയമിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയാം, തലയൊക്കെ നരച്ച് എല്ലുകളൊക്കെ ദുർബലമായി സക്കരിയ നബി അലൈഹി സ്വലാം വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിൽ നിൽക്കുമ്പോഴും പടച്ചവനെ നിന്റെ കാരുണ്യത്തിൽ ഞാൻ നിരാശനായിട്ടില്ല, എനിക്കൊരു പിൻഗാമിയെ തരേണമേ. യഹ്യാ നബി അലൈഹി സ്വലാം പറഞ്ഞു. പ്രായം, ആരോഗ്യം, സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, അതിൻ്റെയൊക്കെ അപ്പുറത്താണ് പ്രാർത്ഥന എന്ന വലിയ പാഠം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഈ ചരിത്രത്തിൽ നമുക്കുള്ള മറ്റൊരു പാഠം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ആദർശ വഴിയിലൂടെ സഞ്ചരിക്കുവാനും ആ വഴിയിൽ തന്നെ ജീവിച്ചു മുന്നേറുവാനും അപ്രകാരം ഈമാനോടുകൂടി ഈ ലോകത്തുനിന്ന് യാത്രയാകുവാനും സ്വർഗത്തിൽ ആ പ്രവാചകന്മാരുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും. അങ്ങനെ ഒരുമിച്ച് കൂടണമെങ്കിൽ ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അങ്ങനെയുള്ള ആളുകള് നബിമാരുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സുദ്ദീഖീങ്ങളുടെയും കൂടെയായിരിക്കും സ്വർഗത്തിൽ. ഇബ്രാഹിം നബിന്റെ കൂടെ എത്താനുള്ള വഴി എന്താ? ഇബ്രാഹിം നബിന്റെ മില്ലത്തിലാവുക എന്നുള്ളതാണ്. എത്ര നല്ല കൂട്ടുകാരാണ് അവർ. ഖുർആൻ പറഞ്ഞതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാണ്.